നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹരിതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭക്ഷ്യസുരക്ഷയുടെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് തൃക്കുടുതാനം സ്വദേശികളായ 20-അംഗ സംഘം. സമൂഹത്തിന് കാർഷിക വൃത്തിയുടെ പുതിയ ദിശാബോധം പകർന്നു നൽകുന്ന ഇവരുടെ സംഘത്തിൻ്റെ പേരും ദിശ എന്ന് തന്നെയാണ്. പാട്ടത്തിനടുത്ത 1.5 ഏക്കർ സ്ഥലത്ത് വാഴയും കപ്പയും പച്ചക്കറികളുമെല്ലാം നട്ടാണ് ഇവർ ഭക്ഷ്യസുരക്ഷയുടെ പാഠം പകർന്നു നൽകുന്നത്. രണ്ടു മാസം തോരാതെ പെയ്ത മഴയിൽ മലയാളിയുടെ കാർഷിക വിളകൾ മുഴുവൻ വെള്ളത്തിലായി. വാഴയും കപ്പയും ചേനയും ചേമ്പും പോലുള്ള തന്നാണ്ട് കൃഷികൾ മാത്രമല്ല, റബ്ബറും കാപ്പിയും കുരുമുളകും പോലുള്ള കൃഷികളും അഷ്ടിക്കുള്ള വക നൽകിയില്ല. ഇതോടെ കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം പട്ടിണിയിലായി. ഭക്ഷ്യസാധനങ്ങളുടെ വില കുതിച്ചു കയറാൻ വേറെന്തു വേണം? ഓണമെടുത്തതോടെ പച്ചക്കറികളുടെയും മറ്റെല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും വില തൊട്ടാൽ കൊള്ളുമെന്ന നിലയിലുമായി. തകർത്ത് പെയ്ത മഴയിലും തങ്ങളുടെ കാർഷിക വിളകൾക്ക് യാതൊരു പ്രതിസന്ധിക്കും ഇടം നൽകാതെ വിജയത്തിൻ്റെ പടവുകൾ താണ്ടുകയാണ് ചങ്ങനാശ്ശേരി തൃക്കുടുതാനം സ്വദേശികളായ ഒരു സംഘം ആളുകൾ. നാട്ടിൻപുറങ്ങളിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ തിരികെ കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിലാണ് ഇവർ. രാജ്യസേവനത്തിൽ നിന്നും മറ്റ് സർക്കാർ സർവീസുകളിൽ നിന്നും വിരമിച്ചവരും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ തൃക്കുടുതാനം സ്വദേശികൾ കുറച്ചുപേർ ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. തങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ സമൂഹത്തിന് നൽകുക എന്നല്ലാതെ മറ്റൊന്നും ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ അന്ന് കരുതിയിരുന്നില്ല. ഇടയ്ക്കിടെ ഒത്തുകൂടുക, ആശയങ്ങൾ കൈമാറുക, ചെറിയ സേവന പരിപാടികൾ നടത്തുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ആദ്യകാല നേരം പോക്കുകൾ. ദിശ എന്ന സ്വാശ്രയ സംഘത്തിൻ്റെ തുടക്കം ഇതായിരുന്നു. 6-7 പേരിൽ തുടങ്ങിയ കൂട്ടായ്മ ഒടുവിൽ 20 പേരിൽ എത്തി. എക്സ് സർവീസ്മെൻ, റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദിശ എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടായ്മ, 7 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഏതാണ്ട് 7 വർഷം മുൻപാണ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് കോട്ടമുറിയിൽ ആരംഭിക്കുന്നത്. സൗഹൃദം പങ്കിടാൻ വേണ്ടി മാത്രം രൂപപ്പെട്ട ആ പ്രസ്ഥാനം ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾക്ക് തോന്നി, ഇത് സമൂഹത്തിന് കൂടെ നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണപ്രദമാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൂടി നടത്തണം എന്നുകൊണ്ട് ഈ 7 പേരെ 20 പേരാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ദിശ സ്വാശ്രയ സംഘം ഞങ്ങൾ രൂപപ്പെടുത്തി. ഇനി സംഘാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. സംഘം പ്രസിഡന്റ് ചാക്കോ ആൻ്റണി, വൈസ് പ്രസിഡന്റ് MC ഫിലിപ്പ്, സെക്രട്ടറി രാജീവ് മോഹൻ, ജോയിൻറ്റ് സെക്രട്ടറി MV തോമസ്, ട്രഷറർ സണ്ണി ഫിലിപ്പ്, കൃഷി കൺവീനർ MD ആൻ്റണി. ഇവർക്ക് പുറമെ തോമസ് M, ജോർജ് തോമസ്, മാത്യു ദേവസ്യ, ജോബി ജോസഫ്, സേവ്യർ, ചാക്കോ ഫിലിപ്പോസ്, ജോർജ് ചെറിയാൻ, ജോസഫ് ഫ്രാൻസിസ്, തോമസ് കൊച്ചിച്ചിറ, ജോസ് M, ടോമി K, തോമസ് ആൻ്റണി, ജോൺ J, രാജപ്പൻ B എന്നിവരാണ് സംഘാംഗങ്ങൾ. മുല്ലപ്പെരിയാർ സമരത്തെ തുടർന്ന് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് നിലയ്ക്കുകയും ചെയ്ത സമയത്ത് പച്ചക്കറികൾക്ക് ഇന്നത്തേതുപോലെ തന്നെ തൊട്ടാൽ പൊള്ളുന്ന വിലയായ സമയം. ദിശ അംഗങ്ങൾ ചേർന്ന് സ്വന്തമായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തി. തമിഴ്നാട്ടിൽ നിന്നും വില കൊടുത്ത് വിഷമയമായ പച്ചക്കറി വാങ്ങാതെ സ്വന്തമായി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൃഷി ഒരു വലിയ വിജയമായിരുന്നു. സ്വന്തം ആവശ്യം കഴിഞ്ഞ് പുറത്തു വിൽക്കാൻ വേണ്ടത്ര പച്ചക്കറികൾ ഇവരുടെ കൃഷിയിൽ നിന്ന് ലഭിച്ചതോടെ കൃഷി വിപുലമാക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. ദിശ സ്വാശ്രയ സംഘം രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് സാധാരണഗതിയിൽ ഒരു സമ്പാദന മാർഗം ഒക്കെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും 1-2 ആഴ്ച പിന്നിട്ടപ്പോൾ, ഇത് ഒരു ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി, എന്തുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നീങ്ങിക്കൂടാ?
അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ സംഘാംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണല്ലോ എപ്പോഴും പച്ചക്കറിയെയും ഭക്ഷ്യസാധനങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്നത്, വേണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് കൃഷിയിലേക്കൊന്ന് തിരിഞ്ഞുകൂടാ എന്ന് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏതാണ്ട് 3.5 ഏക്കർ സ്ഥലമെടുത്ത് വാഴക്കൃഷി, നേന്ത്രവാഴ മാത്രമായിട്ട് ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ, വലിയ പോറലേൽക്കാതെ കൃഷിഭവൻ്റെയും ആത്മയുടെയും നേതൃത്വത്തിൽ നൽകിയ നിർദ്ദേശവും മാർഗവും സ്വീകരിച്ചുകൊണ്ട് നടത്തിയ കൃഷി ലാഭകരമായാണ് പോയത്. കഴിഞ്ഞ വർഷം ഇവർ സംയുക്തമായി 3.5 ഏക്കറിൽ ഏത്തവാഴ കൃഷി നടത്തി. കാര്യമായ ബുദ്ധിമുട്ടോ സാമ്പത്തിക ചിലവോ ഇല്ലാതെ വൻ വിജയം ഇവർ ഈ കൃഷിയിൽ നിന്നും നേടി. റീപ്ലാന്റേഷനായി റബ്ബർ മുറിച്ച് മാറ്റിയ തോട്ടത്തിലായിരുന്നു ഇവരുടെ വാഴ കൃഷി. ഇത്തവണ ആ തോട്ടം ഇവർക്ക് ലഭിച്ചില്ല. പകരം സംഘാംഗങ്ങളിൽ ഒരാളുടെ തോട്ടമാണ് ഇത്തവണ ഇവർ വാഴ കൃഷിക്കായി തിരഞ്ഞെടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആ കൃഷിയിടം ഞങ്ങൾക്ക് ലഭ്യമായില്ല. കാരണം അതിനകത്ത് കുറച്ച് റബ്ബറൊക്കെ വെച്ചതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മറ്റൊരിടത്തേക്ക് പോകാം. സംഘാംഗത്തിൻ്റെ തന്നെ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് ഈ പറയുന്ന ആത്മയുടെയും കൃഷിഭവൻ്റെയും തൃക്കൊടുത്താനം കൃഷിഭവൻ്റെയും മാർഗ്ഗനിർദ്ദേശങ്ങൾ അവലംബിച്ചുകൊണ്ട് കൃഷി തുടങ്ങി. ഫെബ്രുവരിയിലാണ് ഇപ്പോൾ നമ്മളിൽ നിൽക്കുന്ന തോട്ടത്തിന് ആദ്യമായി വാഴ നട്ടു തുടങ്ങിയത്. 1150 ഏത്തവാഴകളും 50 റോബസ്റ്റ വാഴകളുമാണ് ഇത്തവണ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിലും ശാസ്ത്രീയമായും വേണം കൃഷിയെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗപ്പെടുത്തിയാണ് ഇവരുടെ കൃഷി.